മൂടക്കുലിയിൽ കടുവയുടെ ആക്രമണത്തിലൂടെ പ്രജീഷിൻ്റെ വീട്ടിലെ ചർച്ചകൾ കഴിഞ്ഞ് അദ്ദേഹം സന്ദർശനം അവസാനിപ്പിച്ച് അദ്ദേഹം പുറത്തേക്ക് വരുന്നതിൻ്റെ തത്സമയ ദൃശ്യങ്ങളാണ് പ്രേക്ഷകർ ഇപ്പോൾ കാണുന്നത്. ഇപ്പോൾ അവിടെ സുർജിത്ത് അയ്യപ്പത്തുണ്ട്. സുർജിത്ത് അദ്ദേഹം കുടുംബാംഗങ്ങളെ ആശ്വസിപ്പിച്ച ശേഷമാണ് പുറത്തേക്ക് വന്നിരിക്കുന്നത്. ഇപ്പോൾ അദ്ദേഹം മാധ്യമങ്ങളെ കാണുന്നില്ല എന്നറിയാം. എന്നാലും എന്തൊക്കെയാണ് വിവരങ്ങൾ? സുർജിത്ത്, വിവരങ്ങൾ പറയൂ. രാഹുൽ ഗാന്ധി ഇവിടെ നിന്ന് മടങ്ങുകയാണ്. ഏതാണ്ട് ഒരു 10 മിനിറ്റോളമാണ് കുടുംബാംഗങ്ങളുമായി കൂടിക്കാഴ്ച നടത്തിയത്. ഇതിനുശേഷം അദ്ദേഹം ഇവിടെ നിന്ന് നേരെ പോകുന്നത് കൽപ്പറ്റയിലേക്കാണ്. കൽപ്പറ്റയിൽ ജില്ലാതല അവലോകന പ്രവർത്തനങ്ങളെ സംബന്ധിച്ചുള്ള ഉദ്യോഗസ്ഥതല യോഗം നടക്കുന്നുണ്ട്. ആ യോഗത്തിന്റെ ശേഷം അദ്ദേഹം ഇന്ന് തന്നെ ഇവിടെ നിന്ന് മടങ്ങും. ഉച്ചവരെയാണ് രാഹുൽ ഗാന്ധിയുടെ വയനാട്ടിലെ ഷെഡ്യൂൾ ഉള്ളത്. ഇതിനുശേഷം അദ്ദേഹം മടങ്ങും. അദ്ദേഹം ഇവിടെ നിന്നും തിരിച്ച് വാഗേരി വഴി നേരെ കൽപ്പറ്റയിലേക്ക് പോകുന്ന ആ ദൃശ്യമാണ് ഇപ്പോൾ നമുക്ക് കാണാൻ കഴിയുന്നത്. ഏതാണ്ട് 10 മിനിറ്റോളം മാത്രമായിരുന്നു കൂടിക്കാഴ്ച നടത്തിയിരുന്നത്. 10 മിനിറ്റ് കൂടിക്കാഴ്ചയ്ക്ക് ശേഷമാണ് രാഹുൽ ഗാന്ധി ഇവിടെ നിന്നും മടങ്ങുന്നത്. മൂന്നാമത്തെ വീട്ടിലാണ് അദ്ദേഹം സന്ദർശനം നടത്തിയത്. ആദ്യം അദ്ദേഹം എത്തിയത് അജീഷിന്റെ വീട്ടിലായിരുന്നു. കാലിക്കറ്റിലെ അജീഷിന്റെ വീട്ടിലേക്കായിരുന്നു അദ്ദേഹം എത്തിയത്. അതിനുശേഷം ഇവിടെ നിന്ന് നേരെ വന്ന് പോളിന്റെ വീട്ടിലേക്കാണ്. പോളിന്റെ വീട്ടിൽ സന്ദർശനം നടത്തിയ ശേഷമാണ് ഈ മൂടക്കുലിയിലെ പ്രജീഷിന്റെ വീട്ടിലേക്ക് എത്തിയത്. കുടുംബാംഗമായി അദ്ദേഹം കൂടിക്കാഴ്ച നടത്തി. ആ കൂടിക്കാഴ്ചയ്ക്ക് ശേഷം ആണ് ഇവിടെ നിന്നും മടങ്ങിയിട്ടുള്ളത്. വീട്ടുകാരുമായി അദ്ദേഹം സംസാരിച്ചു. അങ്ങനെ സംസാരിച്ചതിന് ശേഷമാണ് മടങ്ങിയത്. എന്തായാലും വയനാട്ടിലെ വന്യജീവി പ്രശ്നം സങ്കീർണമായ ഒരു സ്ഥിതിയിലേക്ക് കാര്യങ്ങൾ മാറിയ ഘട്ടത്തിൽ കൂടിയാണ് ഈ രാഹുൽ ഗാന്ധി ഇവിടേക്ക് വീണ്ടും എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. ആളുകളെ സംബന്ധിച്ച് ഇവിടേക്ക് വീണ്ടും എത്തുന്നത് എന്നുള്ളതാണ് പ്രധാനമായും പറയാനുള്ളത്. ഈ ആളുകളെ സംബന്ധിച്ച് ഇവരെ സംബന്ധിച്ച് വലിയ രീതിയിലുള്ള ആശങ്ക നിലനിൽക്കുന്ന പശ്ചാത്തലമുണ്ട്. ഇതിൽ കേന്ദ്ര തലത്തിൽ നിയമനിർമ്മാണം ഉൾപ്പെടെയുള്ള കാര്യങ്ങൾ നടത്തേണ്ടതുണ്ട്. അത്തരം കാര്യങ്ങൾ ആലോചിക്കേണ്ടതുണ്ട്. എന്തായാലും കുടുംബാംഗമായിട്ടുള്ള പ്രജീഷിന്റെ സഹോദരൻ നമ്മോടൊപ്പം ചേരുകയാണ്. എന്തൊക്കെയാണ് രാഹുൽ ഗാന്ധി പറഞ്ഞത്? സാറെല്ലാം ചെയ്യാന്ന് പറഞ്ഞിട്ടുണ്ട്. മെയിനായിട്ട് പറഞ്ഞ റോഡിന്റെ കാര്യം, ഈ മതിലിന്റെ കാര്യം, ഇത് രണ്ടാണ് പറഞ്ഞത്. ഞാൻ എന്ന് പറയുമ്പോൾ കൽമതിലുണ്ടല്ലോ, ഇപ്പോൾ പണി അന്ന് ഇവിടെ പകുതിയായിട്ട് നമ്മുടെ ഇവിടെ നിൽക്കുന്നുണ്ട്. ഇവിടെ ഇപ്പോൾ കണ്ടിട്ടുണ്ടാവും. അപ്പോൾ അതിൻ്റെ ബാക്കിയൊരു കുറച്ച് സ്ഥലം ഇവിടെ ഉണ്ടല്ലോ, അതും കൂടെ ഒന്ന് ക്ലിയർ ചെയ്തിട്ട് ചെയ്യാന്ന്. അതാണ് നമ്മളൊരു ഇത് കൊടുത്തിരിക്കുന്ന ആൾക്ക്. ഇതിലൂടെയാണ് വന്യജീവികൾ ഇറങ്ങി വരുന്ന സാഹചര്യം. ഇപ്പം നിലവിൽ ഇപ്പോൾ ആന മതിൽ കടന്ന് വരുന്നുണ്ടെന്ന് പറയണു. വന്യജീവികൾ അതിൽ വരുന്നുണ്ട്. ഇതിപ്പോൾ ഇങ്ങനെ ഓപ്പണായി കിടക്കല്ലേ ഈ ഒരു കുറേ ദൂരം, 2-2.5 കിലോമീറ്ററോളം. അപ്പോൾ അതിന് വേണ്ടിയിട്ടുള്ളൊരു ഇത് കൊടുത്തിട്ടുണ്ട്, ഒരു നിവേദനം കൊടുത്തിട്ടുണ്ട്. പിന്നെ ഈ റോഡിൻ്റെ കാര്യം, ഇത് രണ്ടാണ് നമ്മൾ കൊടുത്തിട്ടുള്ളത്. നിറയെ ഗട്ടറും പ്രശ്നങ്ങളും അറിയാലോ വരുന്നത്, ഒരു രക്ഷയില്ല. പിന്നെ ബസ്സിൻ്റെ കാര്യം പറഞ്ഞിട്ടുണ്ട്. 3 ബസ്സിൻ്റെ കേസും ഈ 3 കാര്യമാണ് പറഞ്ഞിട്ടുള്ളത്. എന്തെങ്കിലുമൊക്കെ ചോദിച്ചിരുന്നു? ഇതന്നെ ഇത് പ്രത്യേകിച്ചൊന്നും ചോദിച്ചിരുന്നില്ല. അങ്ങനെ വന്നപ്പോൾ അങ്ങനെ സംസാരിച്ചു. കടുവൻ്റെ അറ്റ പുല്ലരിയാൻ അതിനെക്കുറിച്ചൊക്കെ പറഞ്ഞിട്ടുണ്ട്. അങ്ങനെ അറിയാവുന്ന രീതിയിൽ. എന്തായാലും എങ്ങനെയാണ് അദ്ദേഹം വിശദമായി ഇതുമായി ബന്ധപ്പെട്ട കാര്യങ്ങൾ ചോദിച്ചറിഞ്ഞു. ഇവിടുത്തെ പ്രശ്നങ്ങളെ സംബന്ധിച്ചുള്ള കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിക്കാൻ വേണ്ടി വീട്ടുകാരും തയ്യാറായിട്ടുണ്ട്. അങ്ങനെ വീട്ടുകാർ കാര്യങ്ങളെല്ലാം തന്നെ വിശദീകരിച്ചിട്ടുണ്ട്. പ്രത്യേകിച്ച് ഈ മേഖല എന്ന് പറയുന്നത് ബസ് റൂട്ട് വളരെ കുറവുള്ള ഒരു പ്രദേശമാണ്. അതുമാത്രമല്ല വലിയ രീതിയിലുള്ള ആശങ്ക, ഇവിടേക്ക് പോകുമ്പോൾ റോഡ് മൊത്തം ഗട്ടറാണ്. അതൊക്കെയാണ് പ്രശ്നം. അമ്മ ചേരുന്നു. എന്താണ് പറഞ്ഞ രാഹുൽ ഗാന്ധി? എന്തൊക്കെയാണ് നിങ്ങൾ പറഞ്ഞത്? സംസാരിച്ചത് എനിക്ക് പിന്നെ നമ്മുടെ റോഡിൻ്റെ കാര്യം പറഞ്ഞു. പിന്നെ നമുക്ക് ആന മതിൽ അത് പറഞ്ഞിട്ടുണ്ട്. പിന്നെ സ്കൂളിൻ്റെ കാര്യം അത് പറഞ്ഞിട്ടുണ്ട്. സ്കൂളിൻ്റെ ഒരു മതിൽ കെട്ടാനും പിന്നെ അവിടെ വെള്ളം കയറാത്തതിൻ്റെ ഇത് KCBൻ്റെ കാര്യം 3 പീസ് ലൈൻ ഇടാനും അതൊക്കെ സാറ് പറഞ്ഞിട്ടുണ്ട്, ചെയ്തു തരാമെന്നൊക്കെ. എന്തെങ്കിലും ഉറപ്പ് പറഞ്ഞോ? പറഞ്ഞിട്ടുണ്ടോന്ന് എനിക്കറിയില്ല. ഹിന്ദിയിലല്ലേ സംസാരിക്കുന്നത്, മോനോട് ചോദിച്ചാലേ അറിയുള്ളൂ. സന്തോഷമുണ്ട്. എന്തായാലും പ്രജീഷിന്റെ അമ്മയും സഹോദരനുമാണ് നമ്മളോട് സംസാരിച്ചത്, സഹോദരൻ മജീഷ്. എന്തായാലും രാഹുൽ ഗാന്ധി ഇവിടേക്ക് എത്താനുള്ള ഒരു സവിശേഷ സാഹചര്യം ഈ വന്യമൃഗ പ്രശ്നം നിഴലിക്കുന്ന പശ്ചാത്തലത്തിൽ കൂടിയാണ്. ഇതിനൊരു ദേശീയ തലത്തിലുള്ള ശ്രദ്ധ കിട്ടേണ്ടതുണ്ട്. വന നിയമങ്ങളിൽ മാറ്റം വരേണ്ടതുണ്ട്. അത്തരം ഒരു ഇടപെടൽ രാഹുൽ ഗാന്ധിയുടെ ഭാഗത്തു നിന്ന് ഉണ്ടാകുമെന്നുള്ള പ്രതീക്ഷയാണ് വയനാട്ടുകാർ ഇപ്പോൾ പങ്കുവെക്കുന്നത്. അദ്ദേഹം സന്ദർശനത്തിന് ശേഷം ഇവിടെ നിന്ന് മടങ്ങി ഇനി നേരെ ജില്ലാതല അവലോകന യോഗത്തിന് ശേഷം മാധ്യമങ്ങളെ കാണും.